സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാത്രം, അതായത് 2024 തൊട്ട് 2025 വരെയുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ചിത്രം എന്ന് നമുക്ക് വ്യക്തമാകും. 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ആകെ 241 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. അത് ഈ രീതിയിൽ ഷോക്കേറ്റ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. 105 പേർക്ക് അതിൽ ഗുരുതരമല്ലാത്ത പരിക്കേറ്റു എന്ന വിവരം കൂടി അനുബന്ധമായുണ്ട്. ഇനി KSEB അവർക്കാണല്ലോ ഇത്തരത്തിൽ വൈദ്യുതിയുമായി നേരിട്ട് സമ്പർക്കത്തിലോ അല്ലെങ്കിൽ ഇടപെടാനോ ഒക്കെ കഴിയുന്നത്. അപ്പോൾ അതിൽ KSEBയുടെ 9 സ്ഥിരം ജീവനക്കാരും 10 താൽക്കാലിക അല്ലെങ്കിൽ കരാർ ജീവനക്കാരും ഈ ഷോക്കേറ്റ് മരിച്ചതായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റോടെ റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട്. അത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത്, അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുത വേലികൾ. അത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പലപ്പോഴായി അപകടങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു അപകടം. അവിടെ നിന്നും ഈ അത്തരം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുത വേലി കമ്പികളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചവരുടെ എണ്ണം നോക്കുക. 24 പേർ ഈ രീതിയിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി വീടുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ ഷോക്ക് അപകടങ്ങൾ, അത്തരത്തിൽ അതിന്റെ കണക്ക് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. വീടുകളിലും പരിസരങ്ങളിലുമായൊക്കെ ജീവൻ നഷ്ടമായത് ഈ രീതിയിൽ 126 പേർക്കാണെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്നലെ വരെ അത്തരത്തിൽ മലപ്പുറത്തുനിന്നും സമാനമായ ഒരു കേസ് വന്നിരുന്നു. അവിടെ പൊട്ടി വീണ വൈദ്യുതി ലൈൻ, അതിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. 3 മണിക്കൂറോളം ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടുണ്ടെന്ന് KSEB അറിയിച്ചിട്ടും ഒരു നടപടിയും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി ഗാർഹിക ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഷോക്കേറ്റുള്ള അപകടങ്ങൾ, അതിൽ നോക്കുക. അത്തരം അപകടങ്ങളിൽ 14 പേർ മരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് വയറുകളുമായോ ഉപകരണങ്ങളുമായോ അബദ്ധത്തിൽ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നതുകൂടി ഓർക്കുക. ഇനി ഈ വൈദ്യുത വേലിൽ നിന്ന് ഷോക്കേറ്റ് 73 മൃഗങ്ങൾ കൂടി മരിച്ചിട്ടുണ്ട് എന്ന കണക്ക് കൂടി നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒന്നായി ഇത് മാറുന്നുണ്ട്. നമ്മൾ ഇത്തരം വൈദ്യുത ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴും അതുമായി അടുത്ത് പോകുമ്പോഴൊക്കെ വലിയ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഈ കണക്കുകളൊക്കെ നമുക്ക് തരുന്ന പാഠം.